الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ വേദിയിൽ ഉപവിഷ്ടരായ മഹല്ല് പ്രസിഡന്റ്, അതുപോലെ കമ്മിറ്റി ഭാരവാഹികൾ, സ്വാഗത സംഘ കമ്മിറ്റി ഭാരവാഹികൾ, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1501ാമത് ജന്മദിനം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞാനടക്കമുള്ള എല്ലാ ആളുകളും ഹബീബായ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പറയാനും അത് കേൾക്കാനും വേണ്ടിയിട്ടാണ് നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ പരിപാടി അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീഖ് കൊണ്ട് ഇതുവരേക്കും ഒരു പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊന്നും കൂടാതെ നല്ല റാഹത്തായ രീതിയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളൊക്കെ അവതരിപ്പിക്കുന്ന പരിപാടികളൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. ഈ ഏകദേശം കുറഞ്ഞ പരിപാടികൾ മാത്രമേ നമുക്കിവിടെ അവതരിപ്പിക്കാറുള്ളൂ. ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇന്ന് 2 മണി മുതൽ തുടങ്ങിയ ആ സെക്ഷനിൽ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു. ചുരുങ്ങിയ പരിപാടികളാണ് ഇനി നമുക്ക് ശേഷിക്കുന്നത്. എങ്കിലും ഈ ഉദ്ഘാടന സെക്ഷൻ എനിക്ക് തന്നപ്പോൾ എന്തെങ്കിലും നിങ്ങളോട് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു നസീഹത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു തരണമല്ലോ എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ എണീറ്റ് നിന്നിട്ടുള്ളത്. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിലേക്ക് ഒരു അറബിയായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. അറബിയായ മനുഷ്യൻ കടന്നു വന്നു എന്ന് മാത്രമല്ല, അവിടുന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, മതാ തഖൂമു സ്സാഅതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, എന്നാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ഒരു അറബിയായ മനുഷ്യൻ വന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ കൃത്യമായ ഡേറ്റ് പറഞ്ഞു കൊടുക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് അറബിയായ മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണ്, കടന്നു വരുന്ന സമയത്ത് ആ ഖിയാമത്ത് നാളിന് വേണ്ടി നീ എന്താണ് തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ ആ ചോദ്യം എന്റെയും നിങ്ങളുടെയും ശരീരത്തിൽ ഒന്ന് കുത്തിവെക്കേണ്ട ചോദ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആരുടെ മണ്ണിലേക്ക് കടന്നു പോകുമ്പോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കുമല്ലോ. നമ്മുടെ ജനാസ കാണാൻ ആളുകൾ കടന്നു വരുമല്ലോ. അങ്ങനെ നമ്മൾ മരിക്കുന്ന സമയത്ത് നമ്മുടെ ആഖിറം നന്നാവാൻ വേണ്ടിയിട്ട് എന്ത് സുഹൃതങ്ങളാണ് നമ്മൾ ഓരോരുത്തരും തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് നമ്മൾ ഓരോരുത്തരും വിചിന്തനം ചെയ്യേണ്ടതാ. പലർക്കും പറയാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാം. ഞാൻ 5 വക്ത് നിസ്കരിക്കുന്ന മനുഷ്യനാ, സ്വതന്ത്ര കൊടുക്കുന്ന മനുഷ്യനാ, മറ്റുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാ, ഞാൻ മികച്ച സംഘാടകനാ എന്നൊക്കെ പലർക്കും പറയാൻ കാണും. എങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആഖിറത്തിന് വേണ്ടി നമ്മൾ എന്തൊരു കാര്യമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, ഓ മനുഷ്യ, നീ എന്താണ് ആഖിറത്തിന് വേണ്ടി നീ തയ്യാർ ചെയ്തിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുകയാണ്, ഒരുപാട് ഇബാദത്തിന്റെ കണക്കുകളല്ല അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നത്, മറിച്ചോ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, റബ്ബുല്ലാഹ് വറസൂലിഹി, അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടുമുള്ള അദമ്യമായ അനുരാഗമാണ് എന്റെ ഹൃദയാന്തരങ്ങളിൽ എപ്പോഴും ഉള്ളത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാ,
ഓ മനുഷ്യ അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെയാണോ പ്രിയം വെച്ചത് എങ്കിൽ നാളെ അവരോട് കൂടെയായിരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറബിയായ മനുഷ്യന് പറഞ്ഞു കൊടുക്കാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേവലം ഏതെങ്കിലും ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അത് നമ്മുടെ ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും നമ്മൾ ഒരു പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്നത്. പക്ഷേ എന്നൊന്നും ശാശ്വതമായി കൊണ്ട് നിലനിൽക്കുന്ന പ്രണയമെന്ന് പറയുന്നത് അല്ലാഹുവിനോടുള്ള ഹുബ്ബാ വറസൂലിഹി, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള പ്രണയമാണ് എന്നൊന്നും വിശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, ഒരുപാട് മതസൗഹാർദ്ദത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഹൈന്ദവ വിശ്വാസികളുടെ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇന്ന് കടപിടിക്കുന്നത് മുസ്ലിം സമൂഹമല്ലേ? ഈ അടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ കണ്ടതല്ലേ, തട്ടമിട്ടുകൊണ്ട് മുസ്ലിം സഹോദരിമാര് സെറ്റ് സാരി ഇട്ടുകൊണ്ട് ചാടിക്കളിക്കുന്ന ഒരുപാട് ഫോട്ടോസുകളും അതുപോലെ റീൽസുകളും നിങ്ങൾ കണ്ടില്ലേ? നിങ്ങളെയും അതുപോലെ നമ്മുടെ മഹല്ലത്തിൽപ്പെട്ട ആളുകൾ എന്നല്ല പറയുന്നത്, മലബാറിന്റെ പല ഭാഗത്ത് നടന്ന ഓണോ ആഘോഷത്തിന്റെ ഒരുപാട് കാര്യങ്ങൾ നടന്നപ്പോ മുസ്ലിം നാമധാരികളായ ആളുകളുണ്ടല്ലോ, അതിന് വേണ്ടിയിട്ട് പോയല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ നമ്മുടെ മഹല്ലത്തിൽ നിന്ന് തന്നെ ഒരുപാട് സഹോദരിമാര് സെറ്റ് സാരികളൊക്കെ എടുത്തുകൊണ്ട് നല്ല ആഘോഷത്തിന്റെ വേളയിലേക്ക് കടന്നുപോയതായി കണ്ടു. അതുകൊണ്ട് അതിനെ ഞാൻ പൂർണ്ണമായും എതിർക്കുകയില്ല. മതസൗഹാർദ്ദം നല്ലത് തന്നെയാണ്. ഉസ്താദ് എന്താണ് ഇത്രത്തോളം കഠിനമായ രീതിയിൽ മതസൗഹാർദ്ദം തകർക്കുന്ന രീതിയിലുള്ള സംസാരിക്കുന്നത് എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത്. മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്നുകൊണ്ട് ഹൈന്ദവ വിശ്വാസികളെ സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് മതസൗഹാർദ്ദം. അല്ലാതെ അവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കടപിടിക്കലല്ല. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് സഹോദരിമാരോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, മതസൗഹാർദ്ദം ഇവിടെ നിലനിൽക്കണം. അതിനു വേണ്ടി മറ്റുള്ള ആളുകളുടെ ഹൈന്ദവ വിശ്വാസികളാവട്ടെ ക്രൈസ്തവ വിശ്വാസികളാവട്ടെ അവരുടെ മതത്തിലുള്ള ആഘോഷങ്ങളും ആചാരങ്ങളും മുസ്ലിം സമൂഹം കടപിടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെയാണോ പ്രിയം വെച്ചത്, അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരോടാണോ പ്രിയം വെച്ചത് നാളെ അവരോട് കൂടെ ആയിരിക്കുമെന്ന് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്. പക്ഷെ ചില കാട്ടിക്കൂട്ടലുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ഒരുപാട് മക്കളൊക്കെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ലിബറൽ ചിന്താഗതി ഞാൻ എപ്പോഴും പറയുന്നതാണ്. പരിശുദ്ധ ദീനിനോടും പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനോടും ഒരു വിലയില്ലാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത് എങ്കിൽ നമ്മൾ അതിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്ന തയ്യാറെടുപ്പുണ്ടല്ലോ, അത് സെറ്റ് സാരിയായാലും പാടില്ല, മറ്റുള്ള ക്രൈസ്തവ വിശ്വാസികളുടെ രീതിയിൽ വരുന്ന സമയത്തായാലും വേണ്ടില്ല. ഏത് സമയത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളുണ്ട് എങ്കിൽ നാളെ റബ്ബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും. നമ്മുടെ മക്കള് അത് മാറ്റിപ്പോവാനുള്ള കാരണക്കാരൻ നമ്മളാണ്. നല്ലതുപോലെ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കുമ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ആചരിക്കുന്ന രീതിയിലുള്ള ആചാരങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവല്ലേ, നമ്മുടെ ഇസ്ലാം എന്ത് ചെയ്യും? നമ്മളിൽ നിന്നും ചോർന്നു പോകുന്ന അവസ്ഥയുണ്ടാകും, മുർത്തദ്ദാകുന്ന അവസ്ഥയുണ്ടാകും. റബ്ബ് തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളോടും സഹോദരിമാരോടും സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, നമ്മൾ ഇന്ന് ആരോടാണോ ഏറ്റവും കൂടുതൽ പ്രേം വെക്കേണ്ടത് അത് അള്ളാഹുവിനോടും അള്ളാഹിന്റെ റസൂലിനോടുമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരിമാരോടൊക്കെ സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, കൂടുതലും മുസ്ലിം സഹോദരിമാരാണ് ഇത്തരം വിഷയങ്ങളിൽ കടപിടിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നൊക്കെ മാറി പരിശുദ്ധ ദീനുൽ ഇസ്ലാം അംഗീകരിച്ച വേഷങ്ങളൊക്കെ ധരിച്ച് നല്ല മുസ്ലിമും മുഅ്മിനുമായി ജീവിച്ച് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അതുപോലെ ഈ മീലാദുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പല നിലക്ക് സഹകരിച്ചു സഹായിച്ചു. അല്ലാഹുവേ അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ തമ്പുരാനെ.